ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. മഴയൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചൂട് തന്നെയാണ്. ഇടയ്ക്ക് 2-3 മഴയൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് പെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ മഴ. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ചൂട് തന്നെയാണ്. ചൂടിനൊരു കുറവുമില്ല. മഴ വെറുതെ ഒന്ന് കാണിച്ചു കൂട്ടി 2-3 മഴ പെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ഡിന്നറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ചപ്പാത്തിയും പനീർ കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും പനീർ കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവ് നേരത്തെ കുഴച്ച് വെച്ചിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മാവ് ഒരു ഒരു 1-1.5 മണിക്കൂർ മുന്നേ നമ്മൾ റഫായിട്ടൊന്ന് കുഴച്ച് വയ്ക്കണം കേട്ടോ. നല്ലപോലെ കുഴച്ച് വെച്ചതിന് ശേഷം എന്നിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കണം. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വീണ്ടും നല്ലപോലെ കൈയൊന്ന് നനച്ച് നല്ലപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചപ്പാത്തിക്ക് മാവ് കുഴക്കേണ്ടത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് പെട്ടെന്ന് നമ്മളങ്ങനെ ഉണ്ടാക്കരുത്. നേരത്തെ ഒന്ന് റഫായിട്ട് കുഴച്ച് വെച്ച് പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് ഒന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ചപ്പാത്തി പരത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചപ്പാത്തിയാവും. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിക്ക് ഒരെണ്ണം ഇങ്ങനെ കുഴച്ച് പരത്തിയെടുത്തു. ചപ്പാത്തി തിരിച്ചും മറിച്ചിട്ടു. അല്പം നെയ്യാണ് കേട്ടോ വരട്ടി കൊടുക്കുന്നത്. കൊച്ചു മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചത്. അപ്പോൾ അങ്ങനെ നെയ്യിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം എന്താ പനീർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പനീർ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് ജീരകം, സാധാരണ ജീരകം ഉണ്ടല്ലോ, ആ ജീരകം ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോള ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ. 1-2 വീഡിയോ എൻ്റെ മിസ്സായി കേട്ടോ. എനിക്ക് ഇടാൻ പറ്റിയില്ല. മോളും കൊച്ചുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിരക്കിലായിരുന്നു. ജോലിയൊക്കെ കൂടുതലായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഞാൻ കൊച്ചുമകളോട് പറഞ്ഞ് വീഡിയോ ഒന്ന് പിടിച്ചതാണ് കേട്ടോ ഇത്. പക്ഷേ വീഡിയോ പിടിച്ചത് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അതങ്ങോട്ട് തുള്ളലും ചാടലൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ഇത്തിരി പ്രോബ്ലമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ തിരക്കിലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പം കൊച്ചുമകളോട് പറഞ്ഞൊന്ന് വീഡിയോ പിടിക്കുക മോളേന്ന്. അവിടെ അത് പിടിച്ചത് അത് ശരിയായില്ല. കുഴപ്പമില്ല, എന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം. ദാ സബോള ചെറുതായി മൂത്ത് വന്നു. ഉപ്പിട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. അതിനുശേഷം ഒരു 1-1.5 സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി. അതിനുശേഷം 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്തു. മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. അപ്പോൾ ആ തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെയൊക്കെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തക്കാളിയും മസാലയും എല്ലാം നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിയുടെ പച്ചച്ചുവയൊന്നും ഉണ്ടാകാൻ പാടില്ല മസാലയുടെയൊക്കെ. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റ് പനീരാണ് വാങ്ങിയിരുന്നത് കേട്ടോ. അപ്പോൾ മിൽക്കി മിസ്റ്റ് പനീർ നല്ലപോലെ കഴുകി, ഒരു പാക്കറ്റ് പനീരായിരുന്നു, അത് നല്ലപോലെ കഴുകി അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ആ പനീരൊന്ന് വേവിച്ചെടുക്കണം. പനീരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പനീർ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വീട്ടിലും പനീരൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വീട്ടിൽ പനീർ ഉണ്ടാക്കാറുണ്ട്. ഇത്തവണ പനീർ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പനീരാണ്. പനീരൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ വേവൊന്നുമില്ല, എങ്കിലും നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ പനീരൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അതിലേക്ക് അമൂലിൻ്റെ മിൽക്ക് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഷാഹി പനീർ ഉണ്ടാക്കാൻ എപ്പോഴും മിൽക്ക് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മിൽക്ക് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് അമൂലിൻ്റെ മിൽക്ക് ക്രീമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കറികളെ വേണ്ടൂ. ആ
ക്രീമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് പാകാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ചപ്പാത്തിയും ഷാഹി പനീരായിരുന്നു കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും കറി റെഡിയായി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടി ചൂടാക്കി പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ.